കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര. എടോ വിവരം കേട്ടവരൊന്നും മിണ്ടായിരിക്കുക. ഇവിടെ കാര്യം മാത്രം പ്രസവിക്കാൻ കാര്യം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സംസാരിച്ചു വന്ന ഈ വിഷയത്തെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഞങ്ങൾ പറയട്ടെ, സംസാരിക്കട്ടെ. ഹലോ, ഇന്ന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? പോയി കേസ് കൊടുക്കുന്നേ. എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാ. ശ്രീ സുരേഷ് കുമാർ വേണ്ട, ശ്രീ ചാമക്കാല പറഞ്ഞു പൂർത്തിയാക്കാൻ. ഇതിനെക്കുറിച്ച് നിരന്തരമായി ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന എടോപോടെന്നൊക്കെ വിളിക്കുന്നത് നിർത്തണോ? വീട്ടിലേതെങ്കിലും മുതിർന്ന ആളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു പോയതല്ലേ. മര്യാദയ്ക്ക് എന്റെ തിരുവാതിറപ്പിക്കല്ലേ? മണ്ടത്തരം പറയാറ വെട്ടി. ഇങ്ങോട്ട് ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലെ അത് നിങ്ങൾ തമ്മിൽ അടിച്ച് തീർത്തോളണം. വേണ്ട, നമുക്ക് തമ്മിൽ തല്ലി തീർക്കാം. താൻ ആര്? നീ ഒന്നുമല്ല അങ്ങനൊന്നും പറഞ്ഞു പഠിക്കരുത്. അതേതായാലും നന്നായി. അതും നന്നായി അല്ലേ? എന്റെ അവസരത്തിൽ സംസാരിക്കുമ്പോൾ മിണ്ടായിരിക്കാൻ പറയണം. വിവരം കേട്ടവൻ തോൽക്കില്ലടാ ഞാൻ. താൻ ആരോടാ എടാന്ന് വിളിക്കാൻ? താൻ ആരാ എന്നെ എടാന്ന് വിളിക്കാൻ? പിണറായിക്ക് എന്താ 3 കാലുണ്ടോ? മര്യാദയ്ക്ക് സംസാരിക്കണം. വിളിക്കും. മര്യാദയ്ക്ക് സംസാരിക്കണം. എടോപോടാന്നാ വിളിച്ചത്. കളയോ? ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എന്നെ തല്ലാൻ ആളില്ല ഞിട്ടാ. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്ക് ഈ ഗവൺമെന്റ് കാണിക്കുന്ന വൃത്തികെട്ടതും നീചവുമായ ഈ പ്രവൃത്തിയെ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. മോഷണമോ സ്പോൺസറെ കണ്ടെത്തലോ ഒന്നും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതല്ല. ക്ഷമിക്കണം, അത്യാവശ്യമായി ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ വിടവാങ്ങും.